ഈ ട്രിപ്പിന് എനിക്ക് കിട്ടിയ ആദ്യത്തെ സമ്മാനം കേട്ടോ. ഖത്തറിൽ നിന്നും കിട്ടിയ ആദ്യത്തെ സമ്മാനം, അതുപോലെ ട്രിപ്പിന് കിട്ടിയ ആദ്യത്തെ സമ്മാനം. ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞില്ലേ, ഒരാൾ കാണാനുണ്ടെന്ന് അദ്ദേഹത്തെ മീറ്റ് ചെയ്തു. ഇനിയിപ്പം നമ്മൾ പോകുന്നത് വിശക്കുന്നുണ്ട്. കാരണം ഫസൽ പട്ടുമെത്ത വിധിച്ച് തരും, ഫസൽ തരുന്ന ഫുഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓള് വരുന്നുണ്ട്. ഓന് ഒറ്റ പോക്കാൻ പോയിട്ടുണ്ട്, ഓനെ കാണുന്നില്ല. മാഗി കുറച്ച് കഴിച്ചു. പിന്നെ നല്ല റെസ്റ്റോറൻറ്റ് തപ്പി പോകുന്നുണ്ട്, നല്ല നല്ല ഫുഡ് കിട്ടും നോക്കിയിട്ട്. ഫുഡ് ബ്ലോഗ് ഞാൻ ചെയ്യാം കേട്ടോ. ഇവിടെ മലയാളികളുടെ കുഴപ്പമില്ലാത്ത കുറച്ച് റെസ്റ്റോറൻറ്റുകളുണ്ട്. അപ്പം നമുക്ക് അവിടുത്തെ ഫുഡ് ബ്ലോഗ് ചെയ്യാം, അതായിരിക്കും കുറച്ചുകൂടി നല്ലത് അല്ലേ. പോടാ. സൂര്യേട്ടൻ ഒലിച്ച് നിൽക്കുന്നുണ്ട്. സൂര്യേട്ടൻ ജ്വലിച്ച് നിൽക്കുന്നുണ്ട്. ഞാൻ ശരിക്കും ഇവിടുന്ന് സിം കാർഡ് എടുത്തിട്ടുണ്ട്, കാരണം 10 ദിവസമേ ഉള്ളൂ. അപ്പോൾ എന്തിനാ വെറുതെ സിമ്മുകൾ തന്നെ. ഇപ്പോൾ ഇവരൊക്കെ ഹോട്ട്സ്പോട്ട് ഇട്ടിട്ടാണ് ഞാൻ നെറ്റ് എടുക്കുന്നത്. പിന്നെ ഒരു കാര്യം, ഈ ഖത്തറിലൊരു പ്രധാന നെറ്റ്വർക്ക് ടെലികോം കമ്പനിയാണ് ഒരീഡോ എന്ന് പറഞ്ഞിട്ട്. അപ്പം ആദ്യമായിട്ട് എനിക്ക് തോന്നുന്നു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഈ ഒരീഡോ എന്നുള്ള വാക്ക് ഞാൻ വായിച്ചത് ഊരടോ എന്നാട്ടോ. OOREEDO, ഊരടോ. ഞാനങ്ങനെ വായിച്ചത്. അപ്പം ഞാനൊരു ചങ്ങായിട്ട് വെറ്റ് വെച്ചു, ഞാൻ പറഞ്ഞ ഊരടോ എന്നാണ്, ഓമൻ അല്ല ഒറീഡോ എന്നാണ്. ഒറീഡോ ആണെങ്കിൽ എന്തിനാ 2 ഓരോ വരെ എൻ്റെ പൈസ പോയി വെറുതെ. പിന്നെ ഒരു കാര്യം, എന്നോട് സൗദിയിൽ നിന്ന് ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നത് ജിദ്ദയിൽ വരുന്നുണ്ടോ, അങ്ങനെയൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ശരിക്കും സൗദിയിലേക്ക് ഞാൻ വരുന്നില്ല, കാരണം 2 പ്രശ്നങ്ങളാണ്. ഒന്നാമത്തത് ഇന്ത്യൻ വെഹിക്കിൾസ്, ഫോറിൻ വെഹിക്കിൾസ് ആ ബോർഡർ ക്രോസിങ്ങിന് കുറച്ച് പ്രശ്നങ്ങളുണ്ട്, അത് ഒന്നാമത്തെ കാര്യമാണ്. പിന്നെ അറിയാലോ, വിസ ഇപ്പം ഡിസംബറിന് ശേഷമാണ് നമുക്ക് എന്താ പറയുക വിസയൊക്കെ, ടൂറിസ്റ്റ് വിസയൊക്കെ ചെയ്യുന്നത്. ഇപ്പം ഉംറ വിസ കിട്ടാൻ കുറച്ച് കഷ്ടപ്പാടെന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ശരിക്കും അത് ഒഴിവാക്കി. സൗദിയിൽ നിന്നുള്ള ഒരു പാർട്ടി ഞാൻ ക്യാൻസൽ ആക്കിയിട്ടുള്ളത്. അപ്പം ഇൻഷാല്ലാ നമുക്ക് വരാം ഏതെങ്കിലും ഒരു കാലത്ത്. ചിലപ്പോൾ ഇപ്പം ഖത്തറിലുള്ളത് ചിലപ്പം ഈ ഒരു 10 ദിവസത്തിനുള്ളിൽ എനിക്ക് പേപ്പറോ മറ്റോ ശരിയാവുകയാണെങ്കിൽ ഞാൻ വരും, കുഴപ്പമില്ല. ഒരുപാട് ഓടാനുണ്ടെന്ന് അറിയാം സൗദിയുടെ അകത്ത്. ബോർഡർ ക്രോസ് ചെയ്ത് കഴിഞ്ഞാലും ജിദ്ദ പോയി തിരിച്ച് എനിക്ക് UAE അലൈൻ ബോർഡർ കയറുമെന്ന് പറയുമ്പോൾ ഒരുപാട് ഓടാനുണ്ട്. എന്നാലും എനിക്ക് ബോർഡർ ക്രോസിങ്ങിനുള്ള പെർമിറ്റും അതുപോലെ വിസയും, ആ ഒരു ഉംറ വിസയും കിട്ടുവാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ സൗദിയിൽ വരും. എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ട് വരണം എന്നുള്ളത്. നമ്മളിപ്പോൾ ഉള്ളത് മുറയിലാണ്. മുറയിലുള്ള Rawabi ഹൈപ്പർ മാർക്കറ്റിലുണ്ടോ. ശരിക്കും കുറച്ച് പർച്ചേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ വേറൊരു ട്വിസ്റ്റ് ഉണ്ട്. ട്വിസ്റ്റ് ഞാൻ കുറച്ച് കഴിഞ്ഞ് പറഞ്ഞുതരാം. അപ്പം എന്താ പറയുക, നമ്മൾ ചായ എല്ലാം കുടിച്ചിട്ട് നമ്മൾ അകത്തേറിട്ട് പർച്ചേസ് ചെയ്യുന്നു. ഒരു 5-10 മിനിറ്റ് കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ട് ഇവിടെ നിന്ന് വിടുന്നു. അതാണ് പ്ലാൻ കേട്ടോ. നമുക്ക് മെയിനായിട്ട് ഓർമ്മ വരുന്നത് അറിയാലോ, ഞാൻ UAE ഒരു സൂപ്പർ മാർക്കറ്റിലെ മർച്ചൻഡൈസർ ആയിരുന്നു ഏകദേശം ഒരു 1.5 വർഷത്തിനടുത്ത്. അപ്പം ആ ഒരു ഓർമ്മകൾ കേട്ടോ വരുന്നത്. ആ ഒരു മണം, പിന്നെ വെജിറ്റബിളിൻ്റെ മണം, ചിക്കൻ്റെ മണം, അങ്ങനത്തെ മണങ്ങളൊക്കെ വരുമ്പം ഒരു പ്രത്യേക നോസ്റ്റാൾജിക് ഫീലിംഗ് കേട്ടോ. ശരി, ഇനിയിപ്പം നമുക്ക് തോന്നല്ല ഇതല്ല, എനിക്ക് ചോക്ലേറ്റ്സ് ഒന്നും വേണ്ടോ, ഷാമ്പൂ ടൈപ്പ് സാധനങ്ങൾ ഇതില്ല, നമ്മളെ കുടിക്കുമ്പോഴുള്ള സാധനങ്ങളൊക്കെ ആണോ. അല്ലേ സബ്സ്ക്രൈബർ അല്ലേ? നദീർ ബ്രോ നമ്മുടെ സബ്സ്ക്രൈബറാണ്. കണ്ണൂർ എവിടെയാ? കണ്ണൂർ അടിപൊളി. എത്ര വർഷം എടുക്കും? 2 വർഷം. ഉഷാറിന് ഏതാ സെക്ഷൻ? ഏതാ? നമ്മളെല്ലാം എടുത്ത അതേ പണി തന്നെ കേട്ടോ. എവിടെ സാധനം എടുത്തു? ജെല്ലും മറ്റേ എടാ ഒന്നും വേണ്ട, ഒരു ചെറിയൊരു ഷാമ്പു, ഒരു ഷവർ ജെല്ലും മാത്രം മതി. ഷവർ ജെല്ല് ചെറുതും വേടാ, എനിക്ക് കുളിക്കാൻ പറ്റില്ല. ചെറിയൊരു ഷവർ ജെല്ലും പിന്നെ ഒരു ഷാമ്പു മതി. ചെറുത് മതി, ചെറിയ ഏതെങ്കിലും ബ്രാൻഡ് നോക്കിയിട്ട്. ഷവർ ജെല്ല് ഏതാ വരുന്നില്ല. നമ്മൾ ട്രാവൽ ചെയ്യുമ്പോഴേ അറിയാലോ സോപ്പ് ഉപയോഗിക്കാൻ കുറച്ച് കഷ്ടപ്പെടും. അപ്പം ഞാൻ അധികം ഉപയോഗിക്കുന്നത് ഷവർ ജെല്ലാണ് കേട്ടോ. ഷവർ ജെല്ലാകുമ്പോൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇതിപ്പോൾ ഷവർ ജെല്ലാണ്. അപ്പോൾ ഇതിൽ ബാഗിൽ ഇടാൻ എളുപ്പമാണ്. ഇതിലിട്ട് നമ്മൾ ഈ ഒരു തുള്ളി എടുത്ത് കുളിച്ച് അങ്ങനത്തെ ടാപ്പ് ചെയ്ത്. സോപ്പാകുമ്പോൾ നമ്മൾ കവറൊക്കെ ക്യാരി ഉണ്ട്. ട്രാവലിംഗ് ടൈമിൽ ഞാൻ കോസ്മെറ്റിക്കായിട്ട് ഉപയോഗിക്കുന്ന ഐറ്റംസ് ഒന്ന് ഷവർ ജെല്ലും അതുപോലെ ഷാമ്പു പിന്നെ ടൂത്ത് പേസ്റ്റും ടൂത്ത് ബ്രഷും. ഈ 4 സാധനങ്ങളേ ഉള്ളൂ, വേറെ ഒന്നുമില്ല കേട്ടോ. വെളിച്ചെണ്ണയോ കാര്യങ്ങളോ അങ്ങനെയുള്ള ഒന്നുമില്ല. നമ്മൾ അതൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ തല നോക്കിയേ, തല ചീകലും പിടിക്കലൊന്നുമില്ല. ബ്രോ
ഇതല്ല നമ്മള് ഈ ഷോപ്പ് മൊത്തം നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആണല്ലോ. എല്ലാ വീഡിയോസും കാണുന്നുണ്ട്. നാട്ടിലെവിടെയാ? നാട്ടില് കണ്ണൂർ തലപ്പുറം. അടിപൊളി. ഒരു മലപ്പുറം കാരെ കിട്ടിയിട്ടുണ്ട്. ഇന്നലെ വരക്കെ ഫുള്ള് അജീർ കണ്ടുകൊണ്ടെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. ഞാൻ ഈ യൂണിഫോം കൂടി പണിയെടുത്ത് തന്നെയാണ് കുറെ കാലോ. അപ്പൊ സാധനം എടുക്കട്ടെ കേട്ടോ. ഇനിയിപ്പോ നമുക്ക് ഒരു ടീഷർട്ടും പിന്നെ ഒരു ഹാഫ് ട്രൗസേഴ്സും മാത്രം എടുക്കാനുള്ളൂ. അത് ഞാൻ മേലെത്തിയിട്ട് എന്തുകൊണ്ട് അത് എടുക്കുന്നത് അതും ഞാൻ പറഞ്ഞു കേട്ടോ. ഒരുവിധം സൂപ്പർ മാർക്കറ്റുകളൊക്കെ ഇങ്ങനെ ഇരിക്കട്ടോ. എന്ന് വെച്ചാൽ ഈ താഴെ ഫുഡ് കോർട്ടും അതുപോലെ മുകളിൽ ഡ്രസ്സ് ഇലക്ട്രോണിക്സ്. അപ്പം ഈ ഡ്രസ്സ് ഇലക്ട്രോണിക്സ് സെക്ഷനിലാണ് നമ്മൾ കയറേണ്ടത് നൊസ്റ്റാൾജി കിട്ടുന്നെങ്കിൽ. അങ്ങനെയാണ്. അങ്ങനെ നമ്മളവിടെയാണല്ലോ വർക്ക് ചെയ്തത്. ഞാൻ ഒരുപാട് വിറ്റ് ഫ്രിഡ്ജുകൾ. ഈ കമ്പനി ആയിരുന്നില്ല, വേറെ കമ്പനി ആയിരുന്നു. പേര് പറഞ്ഞു ബ്രോ? സജീർ. എവിടെ നാട്ടിൽ? നമ്മളെ അടുത്ത് തന്നെ. ഓക്കെ പറഞ്ഞു. നമ്മുടെ സബ്സ്ക്രൈബർ കേട്ടോ ബ്രോ. എന്താ വേണ്ട വെച്ചാൽ ടീഷർട്ടിൻ്റെ സെക്ഷൻ ഇവിടെ. ഹായ്, എന്തല്ല അറിയോ? ഡ്രസ്സിൻ്റെ അടുത്തുള്ളത് ഹാഫ് ട്രൗസറും പിന്നെ ടീഷർട്ട്. അതാണ് നമുക്ക് വേണ്ടത്. കാരണം ഈ ട്രാവലിങ്ങിനിടയിൽ അലക്കാനൊന്നും കയ്യിലാന്ന് മാത്രമല്ല, ഈ സാധനം വെയിറ്റും കൂടും. ഹാഫ് ട്രൗസേഴ്സ് ആകുമ്പോൾ കുറച്ച് വെയിറ്റ് ഉണ്ടാവും, എടുക്കാനും സുഖമാണ്. അത് നിങ്ങൾ ലോങ് ട്രാവലൊക്കെ പോവാണ് മെയിനായിട്ട് വെയിറ്റ് കുറഞ്ഞ വസ്ത്രങ്ങൾ എടുക്കുന്നില്ല. ഇപ്പോൾ ഞാനിട്ട് ഈ ടീഷർട്ട് ഉണ്ടോ, ഇതും ഈ പാൻറ്റും ഇതേപോലെ കുറച്ച് വെയിറ്റ് കുറഞ്ഞ ട്രൗസേഴ്സും ടീഷർട്ടും എടുക്കുന്നത് നല്ലത്. നമ്മൾ വലിയ കട്ടിയിലുള്ള ജീൻസ് 5-6 വാരി പോയി കഴിഞ്ഞാൽ ലഗേജും കൂടും, അത് വാഷ് ചെയ്യാനും കഷ്ടപ്പാടാണ്. പിന്നെ വലിയ കോസ്റ്റ്ലിയുള്ള സാധനങ്ങൾ എടുക്കാതിരിക്കും. റേറ്റ് കുറഞ്ഞ മാക്സിമം ഉപയോഗിക്കും. കാരണം വലിയ കോസ്റ്റ്ലിയുടെ സാധനങ്ങളാണ് നമുക്കിത് കളയാൻ പറ്റില്ല. ഒരുപാട് അലക്കി കഴിയുമ്പോൾ നരക്കുമ്പോൾ നമ്മളിലേക്ക് ഇത്ര പൈസ കൊടുത്ത് വാങ്ങിയതല്ലേ, അപ്പോൾ കളയുന്നുണ്ട്. പക്ഷേ ഇതാകുമ്പോൾ കുഴപ്പമില്ല. നമുക്ക് റേറ്റ് കുറഞ്ഞ് എടുത്തു കഴിഞ്ഞാൽ യൂസ് ആൻഡ് ത്രോ ചെയ്യാം. 1 വീക്ക് അല്ലെങ്കിൽ 2 വീക്ക് ഉപയോഗിച്ചിട്ട് നമുക്ക് അങ്ങ് ഒഴിവാക്കാം. പോയാലും പോലെ ഇത്രയില്ല പോകും. നമ്മൾ 1 മാസം ഉപയോഗിച്ച് നമുക്ക് മുതലായില്ലേ. ഞാൻ എടുക്കുന്ന കണ്ട എന്താ എടുക്കുന്നില്ല കേട്ടോ. കൊണ്ടാ പേരെന്താ? എവിടെ സ്ഥലം? കോഴിക്കോട് പന്നിയങ്കര. ഓ അടിപൊളി. കോഴിക്കോട് ആയിരുന്നല്ലോ. എടുക്ക്. ഒരു ഹാഫ് ട്രൗസറും കൊണ്ടാ, 2 ടീഷർട്ടും കൊണ്ടാ. പാൻറ് ഏതെടുത്ത് നമ്മൾ ഇതായിട്ട് എടുത്തേ. പിന്നെ വേറെ കാര്യം, മാക്സിമം ബെൽറ്റ് ഇല്ലാത്ത ടൈപ്പ് പാൻറ് എടുക്കുന്ന നല്ലതാണ്. ഇതിപ്പോൾ കെട്ടാം. അപ്പം ഈ അറിയാം, നിങ്ങൾക്ക് എയർപോർട്ടിൽ നമ്മൾ പാസ് ചെയ്യുമ്പോൾ നമ്മൾ അവർ ബെൽറ്റൊക്കെ അയപ്പിക്കും. അപ്പോൾ ഈ കെട്ടുന്ന ടൈപ്പ് പാൻ്റ് ആകുമ്പോൾ നമുക്ക് അയക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് അറിയാലോ ബെൽറ്റ് ഇല്ല, അതുകൊണ്ട് അത്രയും തലവേന ഒഴിവായി കിട്ടും കേട്ടോ. ഇനി ടീഷർട്ട്സാണ്. ടീഷർട്ട്സ് ലൈറ്റ് കളേഴ്സ് എടുക്കുന്നതല്ല. ടെക്ക് ആൻഡ് ഹോപ്പ്, സോറി ടീച്ച് ആൻഡ് ഹോപ്പ്. ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞില്ല, നിങ്ങളൊരു ടിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഇതാണ് നമ്മുടെ സ്വന്തം ടിസ്റ്റ് കേട്ടോ. എവിടെയെങ്കിലും കണ്ട ഓർമ്മയുണ്ടോ? എവിടെയെങ്കിലും എൻ്റെ വ്യൂവേഴ്സ് ആണെങ്കിൽ ചിലപ്പോൾ അറിയാൻ വേണ്ടി, നമ്മുടെ മട്ടന്നൂർ എയർപോർട്ടിന് മുമ്പത്തെ ഹോട്ടലില്ല, നമ്മൾ മന്ദിരമൊക്കെ വന്നൊരു വീഡിയോ ചെയ്തില്ലായിരുന്നോ? ആ ഹോട്ടലിലെ മുതലാളിയാണ്. ഹോട്ടലിൽ മാത്രമല്ല, ഇതിൻ്റെ മുതലാളിയാണ്. അതങ്ങനെ വരും. അന്ന് എന്നോട് അങ്ങനെ തന്നെ പറഞ്ഞു കേട്ടോ. ഇത് ഒരു ഗ്രൂപ്പ് ഓഫ് കമ്പനിയാണ്. ഖത്തറിലെ ഒരു ലീഡിങ് Rawabi ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. ഒരു 1600ഓളം സ്റ്റാഫ്. നമ്മളെ ഒരു വലിയൊരു ഇത് തന്നെ പറഞ്ഞാൽ നമ്മളൊരു ഒരു ടീം തന്നെ, Rawabiന്റെ ടീം. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമാണ് ഞാൻ. ഇനി അന്ന് നമ്മളെ കൂടെ അവിടുന്ന് മട്ടന്നൂരിന്ന് കണ്ടല്ലോ. ഇത് നമ്മളെ ഒരു പുതിയൊരു സംരംഭമുണ്ട്, നമ്മളെ SM-നെ പരിചയപ്പെടുത്തുക. ഇതാണ് ജംഷീറാണിത്. സബ്സ്ക്രൈബർ കേട്ടോ. കണ്ടപാടും പറഞ്ഞു സബ്സ്ക്രൈബറാന്ന് പറഞ്ഞത് പരിചയപ്പെട്ടു. ബാക്കിയുള്ള നമ്മുടെ ഫ്യൂച്ചർ പരിപാടിനെ പറ്റിയുള്ള എനിക്ക് വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു. ഓക്കെ, നിങ്ങൾ അങ്ങനെ പോകല്ല. അന്ന് ഇങ്ങോട്ട് പറഞ്ഞിരുന്നു മുപ്പരുടെ ചിരിനെ പറ്റിയിട്ട്. ആ ചിരി ഇപ്പോഴും ഉണ്ട്. ഞാൻ ശരിക്കും ഇവിടെ വന്ന് അറിഞ്ഞിട്ട് എന്നെ വിളിച്ചിരുന്നു. അപ്പം എന്നോട് പറഞ്ഞു ഷോപ്പിലേക്ക് വരണം, പിന്നെ എന്താ പറയുക എനിക്കെന്താ തരുന്നൊക്കെ പറയുന്നുണ്ട്, നമുക്ക് കിട്ടുമെന്നുള്ളത്. ഷോപ്പിലേക്ക് വരണം എന്ന് പറഞ്ഞു. വലിയൊരു പരിപാടിയും കൊണ്ടാണ് ഇപ്പോൾ നിങ്ങൾക്കറിയാം, നിങ്ങളെല്ലാവരും വ്യൂവേഴ്സാണ്. അവർ യൂറോപ്പിലേക്ക് വലിയൊരു പ്രയത്നമാണ് നടത്തുന്നത്. അൽഹംദുലില്ലാ അതൊരു നല്ല സക്സസ് ആയിട്ട് വരട്ടെ. ആ ജേണി വലിയൊരു വിപ്ലവം തന്നെയായി, വലിയൊരു ഉത്തരവാദിത്തമായിട്ട് എടുത്തത്. എന്നാ പറയണ്ട, ഇപ്പം കണ്ണൂരിൽ നടന്ന പരിപാടിയെല്ലാം നിങ്ങൾക്ക് തന്നെ അറിയാം. സന്തോഷെല്ലാം പങ്കെടുത്തതിൽ ഒരു എനിക്ക് തോന്നുന്നു 20,000 ആളെല്ലാം പങ്കെടുത്തൊരു നല്ലൊരു 10,000-ന്റെ മേലെ ആളുണ്ടാവുന്ന അത്രയും എല്ലാവരും ഒരേ ഇതിലുള്ള അത്രയും നല്ലൊരു പ്രോഗ്രാമെല്ലാം നടത്തിയിട്ടാണ് ഇവിടുത്തെ വന്നത്. അതിൽ നമ്മളെ ഈ കൊച്ചു രാജ്യമായ ഖത്തറിനെ ഉൾപ്പെടുത്തിയതിൽ
അതിയായ സന്തോഷമുണ്ട്. നാളെ 2022 എന്ന് പറഞ്ഞാൽ നാളെ വലിയൊരു രാജ്യത്തിൻ്റെ ഒരു വലിയൊരു പരിപാടിയാണ് നടക്കാൻ പോകുന്ന ഫുട്ബോളിൻ്റെ മാമാങ്കം. അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഇവന് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരും. കുറേ കാര്യങ്ങൾ വെള്ളിയാഴ്ച കൂടി ഇവിടെ വെള്ളിയാഴ്ച കാര്യങ്ങളില്ല, വെള്ളിയാഴ്ച വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പുതിയ ഭാവി പ്രൊജക്റ്റിനെ പറ്റിയിട്ട് SM നിങ്ങളോട് സംസാരിക്കും. വളരെ ചുരുങ്ങിയ വാക്കുകളുണ്ട്. എന്താ നമ്മുടെ പുതിയൊരു പ്രോജക്റ്റ്, അതായത് നമ്മളിപ്പോൾ നിലവിലുള്ളത് റവാബി ഗ്രൂപ്പിൻ്റെ 7ാമത്തെ ബ്രാഞ്ചായ അൽമുറ ബ്രാഞ്ചിലാണ്. പക്ഷെ നമ്മൾ അടുത്തൊരു പ്രൊജക്റ്റ് വരുന്നത് ഇസ്ഗാവിൽ 11,000 സ്ക്വയർ മീറ്ററിൽ റവാബി ഹൈപ്പർ മാർക്കറ്റ്, വലിയൊരു മാള് തന്നെ, 11,000 സ്ക്വയർ മീറ്ററിൽ പുതിയൊരു പ്രൊജക്റ്റ് വരുന്നത്. ഏതായാലും അടുത്ത വർഷം 2020 അത് ഏതായാലും ഉദ്ഘാടനം ഉണ്ടാവും. എവിടെ? ഇവിടെ തന്നെ? അവിടെ തന്നെ, ഖത്തറിൽ ഇസ്ഗാവ്. അടിപൊളി 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 കേട്ടോ സംഭവം. ഏതായാലും പിന്നെ ഉഷാറാട്ടെ, എല്ലാവരും നന്നാട്ടെ. എന്താ പറയുക, അത്രേ എനിക്കും പറയാനുള്ളൂ. എക്സ്പെഷ്യലി എന്താ പറയാ, സാധിക എടുത്തു പോയാ ഞാൻ എടുത്തിട്ടുണ്ട്. ഒന്നുമില്ല, നിങ്ങളെല്ലാം പ്രാർത്ഥന ആളെ കൂടെ ഉണ്ടാവുക. ഞങ്ങളെ സ്റ്റാഫിന്റെ അഭിവൃദ്ധിക്കും നമ്മളെ ഗ്രൂപ്പിന്റെ അഭിവൃദ്ധിക്കും നിങ്ങളെല്ലാം പ്രാർത്ഥന ഞങ്ങളെ കൂടെ ഉണ്ടാവും. അതാ പറയാനുള്ളൂ. ഇനി എന്താ പറയാ, ഡ്രസ്സൊക്കെ എടുക്കണം. എന്നിട്ട് എന്താ പറയാ, സാധിക്ക തരുന്ന എന്തോ ഒരു സാധനം തരുന്നുണ്ട്. അത് വാങ്ങിയിട്ട് ഈ ഔട്ട്ലെറ്റ് സ്വദേശം. ഓക്കെ ഓക്കെ. മുഹമ്മദിന്റെ കൈകൊണ്ട് അല്ല ആയാ സംഭവം. എന്നാ ബ്രോ ഒന്ന് വലത്തേക്ക് കൂടെ വാങ്ങും. ഓക്കെ ഓക്കെ, ക്യാമറ കുഴപ്പമില്ല, ഞാൻ അടുത്തേക്കൂടെ ഹാൻഡിൽ ചെയ്യാം. അല്ലേ, താങ്ക് യു സോ മച്ച്. ഈ ട്രിപ്പിന് എനിക്ക് കിട്ടിയ ആദ്യത്തെ സമ്മാനം കേട്ടോ, ഖത്തറിൽ നിന്നും കിട്ടിയ ആദ്യത്തെ സമ്മാനം, അതുപോലെ ട്രിപ്പിന് കിട്ടിയ ആദ്യത്തെ സമ്മാനം. ഒരു സെക്കൻഡ്. താങ്ക്സ്, എല്ലാവർക്കും താങ്ക്സ്. നമുക്ക് ഇതിൽ പോകുന്നെങ്കിൽ പൊട്ടിച്ചോ കേട്ടോ, സാധനം കൂടി വാങ്ങട്ടെ. ഓക്കെ, വീഡിയോ എടുക്കണ്ടേ? അങ്ങനെ പറയല്ല ബ്രോ, അത് എടുക്കാം നമുക്ക്, അത് എടുക്കാം. ബ്രോ പരിചയപ്പെടുത്തിക്കോ വീഡിയോയില്. ഇവിടെ നാട്ടിലെവിടെയാ? നാട്ടിൽ മഞ്ചേരി. ഓ അടിപൊളി. ഫുട്ബോൾ കളിക്കണ്ട? നാട്ടിലെവിടെയാ? തമിഴ് തമിഴ് എല്ലാം അറിഞ്ഞാ മതി. നാട്ടിലെവിടെയാ? അടിപൊളി. ബ്രോ എവിടെയാ? അടിപൊളി. നേരത്തെ പരിചയപ്പെട്ടില്ല നമ്മള് ഫസ്റ്റ് പരിചയപ്പെട്ടു. പക്ഷേ 2 സെക്കൻഡ് പിന്നെ ഞാൻ കളഞ്ഞു. വാ, അല്ല ഇവരുടെ സ്റ്റാഫാട്ടോ. ഇവർ സെൽഫിയിലായിടാ. അതാ ഇവിടുന്ന് സ്ക്രീൻഷോട്ട് എടുത്ത്, ഈ വീഡിയോ പോർഷൻ എത്തുമ്പില്ല, സ്ക്രീൻഷോട്ട് എടുത്ത്. ചീസ്. നമ്മള് ഇനി നമ്മൾ പോകുന്നത് നല്ലോണം വിശക്കുന്നുണ്ട് കേട്ടോ, അപ്പം ഫുഡ് കഴിക്കണം. പിന്നെ നമ്മളെ ഡ്രൈവർമാരുണ്ട്, മുഹമ്മദ് ഭായ് പരിയാരം. അപ്പം ഫുഡ് കഴിക്കണം. അതുപോലെ ഗിഫ്റ്റ്, ഇതെന്താണ് മുതല് നമുക്ക് ഓപ്പൺ ആക്കി നോക്കണ്ടേ അല്ലേ? പെട്ടി അവർ തന്ന പെട്ടി ഇതെന്താണെന്ന് നമുക്ക് നോക്കണ്ടേ. സാധിക സ്നേഹത്തോട് തന്നില്ല, എന്തായാലും കനത്തിലുണ്ടാകുന്ന പ്രതീക്ഷിക്കുന്നു. നമ്മളിപ്പോൾ അൽ റയാൻ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഉള്ളത്. ഇവിടെ ഒരു ഹോട്ട് ചിക്കൻ ഉണ്ട്. ഹോട്ട് ചിക്കൻ്റെ ഉള്ളിൽ ആണ് പോകുന്നത്. വാ, അടിച്ച് കയറ്റാലും പോയിട്ട്. ഇപ്പം എന്നാണെന്ന് മനസ്സിലാകുന്നില്ല. അധികം അറബ് ഫുഡ്സ് ഉണ്ട് കേട്ടോ. ഇത് ശരിക്കും ഈ ഇപ്പം ഇതുപോലുള്ള ഫുഡുകളൊക്കെ നമ്മുടെ നാട്ടിൽ വരാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ല കളർഫുൾ ആണെന്നുള്ള. നമുക്കൊരു കാര്യം ചെയ്തത്, നമുക്ക് ഈ സാധനം തുറന്നു നോക്കാം. നമ്മളെ സാധിക്കാൻ എന്താണ് തന്നതെന്നല്ല കേട്ടോ. നിങ്ങൾ കണ്ടോ? ഓ, ഇതൊരു മൊബൈൽ ഫോണാട്ടോ. ഹുവായിൻ്റെ ഒരു ഫോണാണ്, P30 ലൈറ്റ്. മൊബൈൽ ശരിക്കും ആൻഡ്രോയിഡ് സാംസങ് മാത്രം ഉപയോഗിക്കുന്നത്. എനിക്കറിയില്ല എന്താണെന്നുള്ളത്. അതായത് നോക്കി നിങ്ങൾ ഇത് ചിലപ്പോൾ മൊബൈലിനെ പറ്റി അറിയുന്ന ആൾക്കാർക്ക് മനസ്സിലാവും. ഇതാണ് എനിക്ക് കിട്ടിയ ഗിഫ്റ്റ് കേട്ടോ. ഫുഡ് എത്തിയിട്ടുണ്ട് കേട്ടോ. നല്ല കിടിലൻ ഫുഡാണ്. നമ്മളെ ചിക്കൻ പെപ്പറൊക്കെ ഇട്ട് പൊരിച്ചിട്ടുണ്ട്. പെപ്പർ ഇത് കാണുന്ന പെപ്പറാണ്. പിന്നെ ഇത് പാസ്ത കേട്ടോ, പാസ്ത. അതുപോലെ ബ്രോസ്റ്റഡ് ഫ്രൈ അല്ലേ ഇത്? ഫ്രൈ തിന്നോക്കട്ടെ, തിന്ന്. നീ തിന്നിട്ട് നീ പറയാം എങ്ങനെയുണ്ട് പറയാം. ഞാൻ പറഞ്ഞിട്ടല്ലേ, നീ പറഞ്ഞല്ലേ, തിന്ന്. ഓക്കെ, അല്ല നിങ്ങൾ രണ്ടാളും കഴിച്ചിട്ട് അഭിപ്രായം പറ, അതല്ല കുറച്ചുകൂടി നല്ലത്. ഈ പാസ്ത കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറ. ഓക്കെ, എങ്ങനെയുണ്ട്? ചൂട് ഒന്നും കട്ടിങ്ങും കിട്ടിക്കൊന്നുമില്ല. എങ്ങനെയുണ്ട്? കഴിച്ചിനാ? ഓക്കെ, അത് 2 കാരണം കേട്ടോ. ഒന്നും അറിയോ, ഞാൻ ഈ ഫുഡ് ബ്ലോഗ് ചെയ്തിട്ട് എല്ലാവരും കൊതി കൊണ്ട് എൻ്റെ വയറിലെ കേടാൻ തുടങ്ങി. അപ്പം ഇവരെ കൊണ്ട് ചെയ്യിപ്പിച്ച കുഴപ്പമില്ല, ഇവർക്ക് വയറ് കേടാക്കുന്ന പ്രശ്നമില്ലല്ലോ. എന്താ പറയുക, പാസ്ത അടിപൊളി കേട്ടോ.
നല്ല സുഖം. ഹോട്ട് ചിക്കൻ അല്ലേ ഇത്? നീ കഴിക്കാൻ വരുന്നുണ്ടോ? അപ്പം ഹോട്ട് ചിക്കനിലെ ഫുഡാട്ടോ ഇത്. ഇനി ഏതായാലും ഞങ്ങൾ കഴിക്കട്ടെ. കഴിച്ചിട്ട് പുറത്തിറങ്ങിയിട്ട് നമുക്ക് കാണാം. ഇപ്പോൾ റൂമിൻ്റെ ഫ്രണ്ടിലുള്ളത് സമയം ഏകദേശം ഒരു 1:30 മണിയായി. അപ്പോൾ ഇവിടുത്തെ 2:30 മണി എന്ന് പറയുമ്പോൾ നാട്ടിലത്തെ 5 മണിയാണ്. അപ്പോൾ 2:30 മണിക്കേക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ലേറ്റ് ആകാൻ കാരണം ഇതാട്ടോ, നിങ്ങൾ കണ്ടില്ലേ. പിന്നെ വേറെ എന്താ പറയുക, നാളെ മീൻസ് അടുത്ത എപ്പിസോഡ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. കാരണം നമ്മൾ ഡെസേർട്ടിൽ പോകുന്നതാണ് മോട്ടോ ക്രോസ് ചെയ്യാൻ വേണ്ടി. അറിയില്ലേ മോട്ടോ ക്രോസ്? ബൈക്ക് അറിയില്ലേ? മോട്ടോ ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡെസേർട്ടിലേക്ക് പോവാണ് അടുത്ത എപ്പിസോഡ്, അതാണ് കാണിക്കാൻ പോകുന്നത്. പിന്നെ വേറെ ഒന്നും പറയല്ല ഗൈസ്, എല്ലാവരോടും ഒരുപാട് നന്ദി സപ്പോർട്ട് ചെയ്യുന്നതിന്. കാരണം ശരിക്കും ഞാൻ മനസ്സിലാക്കുന്നുണ്ട് എത്രത്തോളം ആൾക്കാർ എന്നെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളത്. ഖത്തറിൽ നിന്ന് വരുന്ന ഫോൺ വിളികളും കാര്യങ്ങളും ഒരുപാട് ആൾക്കാർ മീറ്റ് ചെയ്യാനൊക്കെ വിളിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കാണുമ്പം ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങളൊക്കെ ഇത്രയധികം ഇഷ്ടപ്പെടുന്നത് എന്തിനാ എനിക്ക് മനസ്സിലാകുന്നില്ല. എന്നാലും താങ്ക്സ് എല്ലാവർക്കും. അപ്പോൾ ശരി, അടുത്ത എപ്പിസോഡിൽ കാണാം. വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.